പ്ലംബർ പണിക്ക് വന്നതാണ്. പ്ലംബർ ജോണി. പ്ലംബർ ജോണി എവിടെ കേട്ട് പരിചയമുള്ള പേര്. പേരിൽ തന്നെ ഒരു വശപ്പശ കൊണ്ട് എനിക്ക് അയ്യോ നല്ല ചന്ദനക്കുറി. വേണിച്ചേട്ടൻ ഇങ്ങനത്തെ കുറി ഇടാൻ പാടില്ല. ആ മൊബൈലിൽ കംപ്ലീറ്റ് സ്ഥലങ്ങളും ഏട്ടൻ പണിയുന്ന സ്ഥലങ്ങളെല്ലാം ഫോട്ടോ എടുത്ത് പോയി. ഹൃദയ സഖി സ്നേഹമയി ആത്മസഖി അനുരാഗമയി. എന്തടാ അല്ല, ഇത്രയും കണ്ടന്റുകളിൽ ഒന്നെങ്കിൽ ഇത് കൂടെ പഠിച്ചതോ അല്ലെങ്കിൽ പഴയ കാമുകിയോ ആയിരിക്കും. അങ്ങനെ ഒന്ന് ഇട്ടതാ. ഈ കണ്ടൽ അങ്ങനെ ഒന്നുമില്ല. കൂടെ പഠിച്ചതല്ല, പഴയ കാമുകിയല്ല. അപ്പൊ പുതിയ കണ്ടന്റ് ഉണ്ടാക്കണം. ആരാണിത്? എന്നെ എനിക്ക് ചോദിക്കല ആര്? അതല്ല, പോയതാര്? എന്റെ അമ്മൂമ്മ. കണ്ടിട്ട് ചെറുപ്പക്കാരി കണക്കിരിക്കണ്. ഞാൻ ഡൈ അടിച്ച് ഇറക്കി വിട്ടാടാ. എന്തിനീ പണി സൈറ്റ് കൊണ്ടുവന്നത്? സിമന്റും മണലും കുഴക്കണ കാണാൻ വന്നത്. നിനക്ക് ഇപ്പൊ എന്തൊന്നും വേണം? എനിക്കൊന്നും വേണ്ട, ഞാൻ അവിടെ പണി ചെയ്യണം. ആ പണി കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലായില്ല ആരെന്ന് പറഞ്ഞ. ശ്രീനിവാസന്റെ മോനാ. വിനീത് ശ്രീനിവാസൻ. പാട്ടൊക്കെ നിർത്തിയോ? പാട്ടൊക്കെ അല്ല, പാട്ടൊക്കെ നിർത്തിയോ? അതല്ല, ഇവിടെ പ്ലംബിംഗ് പണിയതിൽ ശ്രീനിവാസൻ പുള്ളിയുടെ മോനാണെന്ന്. അയ്യോ, ശ്രീനിവാസൻ ചേട്ടാ എവിടെ? അച്ഛൻ വരൂല. അച്ഛന്റെ പേര് വരില്ല. അയ്യോ, അച്ഛൻ വരൂല. പെരുമ്പാവൂര് കൊണ്ടുപോയി. അയ്യോ, എവന്റെ അച്ഛനെ പെരുമ്പാമ്പ് കൊണ്ടുപോയി. ഇന്നലെ കൂടെ കണ്ടതാണ്. അതല്ലെന്ന്, 19 വയസ്സായില്ലേ പെരുമ്പാവൂർ ഒരു ആശുപത്രി കൊണ്ടിട്ടേക്കണെന്ന്. അങ്ങനെ പറഞ്ഞ 85 വയസ്സാണെങ്കിൽ എന്റെ സൈറ്റിൽ വരണം, പണിയെടുക്കണം. അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. എനിക്ക് ഇവിടെ ചെറുപ്പക്കാർ പണിയെടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, അത്ര തന്നെ. എന്തോ ചെറുപ്പക്കാരെ ഈ ബിൽഡിംഗ് പിടിച്ച് കടിക്കോ? ബിൽഡിംഗ് പിടിച്ച് നക്കും, എനിക്ക് ഇഷ്ടമില്ല, അത്ര തന്നെ. അത് ഇയാളല്ല പറയണ്ടേ. ഇവിടെ സൂപ്പർവൈസറാണ് എന്നെ ഇവിടെ പണിക്കെത്തിയത്. 2 ദിവസം ഞാൻ ഇവിടെ പണി ചെയ്തായിരുന്നല്ലോ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. മൂന്നാമത്തെ കെട്ടാൻ പോകുമ്പോ ഓർക്കണം. എന്താണ് പറഞ്ഞത്? മൂന്നാമതൊരെണ്ണത്തിനെ കെട്ടിയല്ലേ? അങ്ങനെ പതുക്കം ഉണ്ടാക്കാനല്ല പറഞ്ഞത്. നാട്ടുകാർ കേക്കല്ലേ, അവള് കേക്കല്ലേ. അത് അമ്മൂമ്മ എന്ന് പറഞ്ഞിട്ട്. അമ്മൂമ്മ തന്നെ, അത് അമ്മയാണ് അമ്മൂമ്മ. അത് പെണ്ണല്ലടാ, അമ്മയാണ് അമ്മൂമ്മ. അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞു കൊടുക്കല്ല. വീട്ടില് നീല ടാർപ്പയും 10 കസേരയും കൊണ്ടിരുന്നോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതിന് എന്റെ വീട്ടിൽ എന്തൊരു വിശേഷം? കൊല്ലുമല്ലോ. പറഞ്ഞു കൊടുത്താ കൊല്ലു. അടിയന്തരം നടക്കും. അമ്മയാണ് അടിയന്തരം നടക്കും. ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല. കൊടുക്കൂലല്ലോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പെണ്ണ് നല്ല രസമുള്ള ചേച്ചിയല്ലേ. അതുകൊണ്ടല്ലേ അറിഞ്ഞ് കെട്ടിയത് ഞാൻ. പെണ്ണിന്റെ സ്ഥലം പെണ്ണ് എവിടെന്ന്? പെണ്ണ് ആലപ്പുഴന്ന് കെട്ടി അമ്പലപ്പുഴ കൊണ്ടിട്ട്. ആ ജില്ലക്കാരൊന്നും പറഞ്ഞില്ലേ? ഏത് ജില്ലക്കാര്? ആലപ്പുഴ ഇയാള് കെട്ടി അമ്പലപ്പുഴ കൊണ്ടിട്ടെന്ന്. ആലപ്പുഴ അവളെ വീട്, അമ്പലപ്പുഴ എന്റെ വീട്. ഇവിടുന്ന് കെട്ടി എടുത്ത് അവിടെ കൊണ്ടിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞ്. എത്ര പെട്ടെന്നാ? ഇത് പിന്നെ കുത്തമ്മിനാർന്നല്ലേ, പണിസലല്ലേ. അതുകൊണ്ട് പിന്നെ ഇവിടെ എന്താ എല്ലാ അപ്പാപ്പന്മാരെ പണിക്ക് നിർത്തിയേക്കണ? ചെറിയ പെമ്പിള്ളേരെ ആമ്പിള്ളേരൊന്നും കിട്ടൂലേ? അത് ഒളിച്ചോടി പോകുന്നുള്ള പേടി. എന്താ ഒളിച്ചോടി പോകുന്നുള്ള പേടി? ആര്? അതെന്താണെന്നറിയാമോ? നമ്മൾ ചെറുപ്പക്കാരെ പണിക്ക് നിർത്തി കഴിഞ്ഞാലേ നമ്മളെ കണ്ണ് വെട്ടിച്ച് ഇടയ്ക്ക് സിഗരറ്റ് വലിക്കാനോ ബീഡി വലിക്കാനോ വെള്ളം അടിക്കാനോ ഒളിച്ചോടി പോകൂലേ തരാളിയാ നിനക്ക്. അങ്ങനെ പറഞ്ഞതാണ്. നിനക്ക് ഇപ്പൊ എന്ത് വേണം? എന്ത് വേണം നിനക്ക്? എന്ത് വേണം? പണി ചെയ്യണം. നീ എത്രാമത്തെ നില പണിയാമോ? 2ാമത്തെ നിലയില്. നീ പോയി 9ാമത്തെ നില പണി പോ. അതിന് 8 നിലയേ ഉള്ളു. ഇവിടുന്ന് 8ാമത്തെ നിലയിൽ ചെന്ന് 9ാമത്തെ ഒരു നില ഉണ്ടാക്കി അവിടെ പോ. ചെല്ല്. ഇങ്ങോട്ട് തിരിഞ്ഞില്ലേ? വേണിച്ചേട്ടാ, വെയിലത്തൊക്കെ നടന്നിട്ട് ആകെ വല്ലാണ്ടായി. നമുക്കില്ല അപ്പുറത്തെ കോളേജിൽ ആമ്പിള്ളേരുടെ കോളേജിന്റെ ക്യാൻറ്റീനിൽ ഇപ്പൊ ചായ കുടിച്ചാലോ? ആമ്പിള്ളേരെ കോളേജ് അവിടെ ക്യാൻറ്റീൻ നടത്തണവന്റെ സ്വഭാവം അറിയാമോ? തമിഴ്നാടുകാരൻ മുത്തുവണ്ണാച്ചി. എന്റെ പൊന്നപ്പി, ഒന്നാതെ ഇവിടെ 100 കൂട്ടം ജോലി ആയിട്ടിരിക്കണം. നീ തലപ്പരാന്ത് എടുപ്പിക്കാതെ പോ പോ പോ. ജോലി ജോലി. അയ്യോ ചേട്ടൻ അല്ലെങ്കിലോ ജോലി 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 എന്ത് ജോണി 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 ഇപ്പൊ വിളിച്ചു. ജോണി ജോണി എന്താ ജോണി ജോണി ഇവിടെ ഒരു കമ്പിപ്പാര എന്താ കിടന്നില്ലേ? അവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. നീ നോക്കിയോ? ഹലോ, കോള് പോണല്ലോടി. പിന്നെ കൈ കുത്തി വിളിച്ചെങ്ങനെ ഫോൺ? അയ്യോ, ഫോട്ടോ എടുത്തിട്ട് 8ാം നില വെച്ചിട്ട് മറന്നു. 8ാം നിലയിൽ നിന്റെ കുഞ്ഞമ്മ ഇരുന്ന് അവിടെ കൊണ്ടുവയ്ക്ക. പോയി എടുത്തോണ്ട് വാ. എത്രാമത്തെ നില പോണ്? 8ാം നിലയിൽ ഫോൺ എടുക്കാൻ. 8ാം നിലയിലാ? അവനെ നമ്മൾ ഏത് നില പണിക്ക് പറഞ്ഞു? 8ാം നിലയിൽ. ഈ 2 മുട്ട് കണ്ട പഴുത്ത് പറഞ്ഞിരിക്കുകയാണ്. നടന്നു കയറി ഞാൻ നടന്നു. എനിക്ക് എന്റെ വിധിയാണ് എന്റെ അമ്മ. എന്റെ വിധി അത് തന്നെ. ഇവിടുത്തെ
മുതലാളി ആദ്യമേ പറഞ്ഞു വേണു നമ്മൾ തുടക്കത്തിൽ ഒരു ലിഫ്റ്റ് വെച്ചാലോന്ന്. എന്റെ കുണ്ടിക്കൊഴുപ്പിന് ഞാൻ പറഞ്ഞു സാറേ ഈ ഫ്ലാറ്റിന്റെ പണി കഴിഞ്ഞിട്ട് വെച്ചാ മതി എന്ന്. നടന്നു കയറുപടി, നടന്നു കയറും. എന്നെ നിനക്ക് അറിഞ്ഞൂടാ. ഈ നിന്റെ ഇപ്പുറത്തൊന്നുമില്ല. വരരുത്, വരരുത്. സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. അനുരാഗമൂലും കിനാവിൽ കിളിപാടുന്നത് അപരാധമാണോ? ഈ പാടുന്ന ഭയങ്കര അപരാധമുള്ളടാ. എന്താണ് നീ എന്താണ് ചൂടാവണ? നിങ്ങളുടെ കെട്ടിയാൻ പറഞ്ഞ നിങ്ങളുടെ മിണ്ടരുന്ന അപ്പൊ അങ്ങോട്ട് മാറി. അങ്ങേരിക്ക് വട്ട അങ്ങേരി ചുമ്മാ അപ്പൊ ഓടുന്നു. ജോണി 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 യെസ് പപ്പ. ഈറ്റിംഗ് ഷുഗർ നോ പപ്പ. ടെല്ലിംഗ് ലൈസ് നോ പപ്പ. ഓപ്പൺ യുവർ മൗത്ത്. ആഹാ. പണിക്ക് വന്നവനെ ഈ പെണ്ണുമ്പോൾ അങ്കമ്മാടി കൊണ്ടാക്കിയല്ലേ. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ പോവണത് മാറി. എന്തുവാടാ എന്താടാ ഇത്? ഇത് റിങ്. റിങ് തരൂ. ആ മൊബൈൽ നമ്പർ ആദ്യം ഒരു റിങ് തരാം. അതല്ല ഈ റിങ് എനിക്ക് തരൂ. ഇതൊന്നും തരാൻ പറ്റത്തില്ല. എടാ നീ പാട്ടുകാരൻ, ഞാൻ പഴയ റിങ് ഡാൻസുകാരി. നീ ഇങ്ങനെ കൊണ്ടോ റിങ് ഡാൻസ് കളിക്കണ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു. പിന്നെ ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കണം. അയ്യോ പോ. ഇതിന് നിറച്ച് പൊടിയുണ്ട് കേട്ടാ. എന്തൊരു പൊടിയായത്? അയ്യോ എന്റെ കണ്ണ്. എടാ ജോണി ഒന്ന് വന്നേടാ. എടാ എന്റെ കണ്ണില് പൊടി പോയടാ, ഒന്ന് വന്നേടാ. എവിടെ? ഇവിടെ കണ്ണിൽ ഇവിടെ. ഞാൻ കണ്ട, ഞാൻ കറക്റ്റ് സമയത്ത് വന്നോണ്ടല്ലേ നിങ്ങളെ ചേട്ടൻ കെട്ടാത്ത നിലയിൽ നിൽക്കണം. അറിയാമോ? അയാള് വന്നാ കെട്ടാത്ത നിലയിൽ ഇറങ്ങി വരാ. ഒറ്റ സെക്കൻഡ് കൊണ്ടിൽ റിങ്ങിലാക്കി കളഞ്ഞാ പട്ടി. എനിക്ക് ചേച്ചിയെ കാണുമ്പോ എന്തോ തോന്നറിയോ? ലഡു. ലഡുവാ? അതാണ് ഒരു ഉണക്കമുന്തിരി ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനെ കോമഡി ഒക്കെ പറയും കേട്ടോ ചില സമയത്ത്. റിംഗ് ഡാൻസ് കളിച്ചാലോ? അയ്യോ എനിക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ല. പഠിക്കണേ എങ്ങനെയാണ്? എടാ ചേട്ടൻ ഇവിടെ നിന്ന് കാണൂട്ടോ. എനിക്കന്നറിയില്ലേ, പുള്ളിയെ കാണുന്നേ ഇഷ്ടമല്ലേ. എവിടെ നോക്കിയാലും ചേട്ടനാടോ. അവിടെ നോക്കിയാ ചേട്ടൻ, ഇവിടെ നോക്കിയാ ചേട്ടൻ. അതാണ്ടാ ആ പെണ്ണിന്റെ രൂപം കണ്ടില്ലേ? അവിടെ നോക്കിയാലും ചേട്ടനായിട്ട്. അതിന് പേടിയാ. ചേട്ടനെ പോലെ തോന്നണേ അല്ലടാ, ചേട്ടൻ തന്നെടാ. അയ്യോ അറിഞ്ഞു ചേച്ചി വിളിച്ചു കയറ്റിയതാ. കണ്ണിൽ പൊടിയിട്ട് മായ്ക്കി എടുത്തോണ്ട് ടീമുകൾ വേറെ ഉണ്ട്. ഇറങ്ങണ എങ്ങനെയാടാ കയറിയത്? എങ്ങനെ കയറിയത്? അങ്ങനെ പെട്ടെന്ന് ചാടി ഇറങ്ങി അറിഞ്ഞൂടാ. വാവ എങ്ങനെ ഇണങ്ങും, എങ്ങനെ ഇണങ്ങുമെന്ന്. നല്ല സ്വഭാവം കേട്ടോ. ഇതുപോലെ റിങ്, ഇതുപോലെ റിങ് ഞാൻ നോക്കി നടത്തണം. PVC പൈപ്പ് കൊണ്ടിട്ടേക്കണ്. ഇലക്ട്രിക് പോസ്റ്റാണ്ട് ഈ വയർ പിടിച്ച് കെട്ടിയിടാൻ പറഞ്ഞിട്ട് 100 ദിവസമായി. ഒരുത്തനും പറ്റൂല. ഞാൻ പോവല്ലേ. എന്റെ തന്ത ശ്രീനിവാസനാണെങ്കിൽ അവന്റെ നാണം കേട്ട് ഞാൻ ഇവിടെ നിൽക്കൂല. നിങ്ങൾ ഭർത്താവ് ഉണ്ടായിട്ടും എന്നെ വിളിക്കണല്ലേ. നിങ്ങൾ കാരണമാണ്. പാവം കറണ്ടടിച്ച് നിക്കണ ദൈവമേ. വേണ്ട ചേച്ചി ഒരു പാവം ആദ്യം കെണ്ടയ്ക്ക് തന്നെ കൊടുക്കാം. അയ്യോ അണ്ണാ, അയ്യോ ചേച്ചി രണ്ടിനും ശ്വാസമില്ല. ഇങ്ങേർക്ക് എന്തിനു ശ്വാസം കൊടുക്കണം? 2 എണ്ണം കെട്ടി ജീവിതത്തിന്റെ അങ്ങ് അവസാനം വരെ കണ്ടി എവിടെ രക്ഷപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ആദ്യം ചേച്ചിക്ക് കൊടുക്കട്ടെ. ചേച്ചിക്ക് ശ്വാസം. അണ്ണൻ എന്തുകൊണ്ടാ വേണ്ടേ? കൃത്രിമ ശ്വാസം. ചേച്ചിക്ക് ശ്വാസം, എനിക്കൊരാശ്വാസം. കണ്ണടാ, ഞാൻ ശ്വാസം തരുമ്പോഴാണ് ഉണരേണ്ടത്. ഇതൊക്കെ പഠിപ്പിക്കണ്ടേ? കണ്ണടാ ഞാൻ തരാം. ആശുപത്രി കൊണ്ടുപോട്ടെ ചേച്ചിയെ ഞാൻ കൊണ്ടുപോവാം. അല്ല കൊണ്ടുപോവാം. നീ കൊണ്ടുപോകണ പട്ടി. സമ്മതിക്കൂല. 2 എണ്ണം വേറെ പോയി. നിന്നെ ഒരുത്തിനോടെ വിടാൻ സമ്മതിക്കൂല. ഇന്ന് MD എടുത്ത് പറഞ്ഞ് ഇവന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കിയത്. എന്നെ വേണമെന്നല്ല, വേണോന്ന് വിളിച്ചോ. ജോണി ജോണി എണീക്ക്. നിങ്ങൾ എവിടെ നിന്ന് വന്നേ പെണ്ണും പുള്ളേ? അടി മേടിച്ച് തരുവാണല്ലോ എനിക്ക്. ഇനി എങ്ങനെ? ചേച്ചി ഞാനൊരു സത്യം പറയാം. ചേച്ചി ഞെട്ടിക്കോണം. എന്ന് വെച്ചാൽ ഇയാളില്ലേ, ഇയാൾ ഓൾറെഡി 2 എണ്ണം കെട്ടി. 3ാമതാണ് ചേച്ചിയെ കെട്ടിയത്. ഞെട്ട് ഞെട്ട് ഞെട്ട്. നീ പറഞ്ഞൊട്ടും അങ്ങനെ 2 കെട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞിട്ടാണ് അങ്ങനെ കെട്ടിയത്. ഞാനൊന്ന് കെട്ടിയല്ലേ. ഒന്ന് കെട്ടിയതാ? അയാളെന്തി? അത് വേറെ പെണ്ണിനെ കൂടി പോയി. നീ അത് വിട്. എടാ നിനക്കറിയാമോ, വേണുചേട്ടന്റെ വിചാരം അങ്ങേർക്ക് എന്റെ സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും കൂടെ പോകുമെന്ന് നോക്കിട്ട് കൊണ്ടു കിടക്കണേന്ന്. പക്ഷെ അതല്ല സത്യം. ഇയാള് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൂടി പോകുമെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ അയാളെ കൊണ്ടു കിടക്കണം. അത് നിനക്കറിയാമോ? അങ്ങേര് പഠിച്ച കോളേജിലെ പ്രിൻസിപ്പളാണ് ഞാൻ. പിടിച്ചതിനേക്കാളും വലിയ സാധനമാണ് മാളത്തിനകത്തിരുന്നത്. ആരടാ അത്?
നല്ലൊരു കൈഡി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.